ഇത്രയും പേരെ സിനിമയിൽ അല്ല ഇന്ത്യയിൽ ഒരാൾക്ക് മാത്രമേ അടിച്ചു തോൽപ്പിക്കാൻ പറ്റൂ. അത് നമ്മുടെ രജനീകാന്തിനെ മാത്രമേ പറ്റൂ. അതുപോലെയാണ് ബെസ്റ്റ് ആക്ടറിനകത്ത് മമ്മൂട്ടി പറയുന്ന പോലെ പൃഥ്വിരാജ് സുകുമാരനും പാർവതിയും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ ചലച്ചിത്രം ഐ നോ ബഡി. ഫസ്റ്റ് ഹാഫ് വരെ ദിസ് വാസ് അടിപൊളി പോലെ, ദിസ് വാസ് നോ ഡൗട്ട് അടിപൊളി സംഭവമായിരുന്നു. ക്യൂരിയോസിറ്റി, ത്രില്ലർ, ഹൈപ്പ്, പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു സാധനം അത് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കിട്ടൂല, കാരണം അത്രയും പെട്ടെന്ന് ഫിലിം എൻഡ് ആവില്ലല്ലോ. അപ്പൊ സെക്കൻഡ് ഹാഫിൽ എന്തായാലും കാണും എന്താണെന്ന് ഉള്ള ഒരു സംഭവം. പക്ഷെ അത് സെക്കൻഡ് ഹാഫില് അവരത് വലിച്ച് നീട്ടി ചുമ്മാ അങ്ങ് പോയി. സെക്കൻഡ് ഹാഫിൽ ആകെ ഞാൻ കേട്ട സാധനം എന്ന് വെച്ചാൽ രാജീവൻ എവിടെ, രാജീവൻ എന്തിയെ, രാജീവൻ എവിടെ, രാജീവൻ ഓടിയോ, രാജീവനെ പിടിക്ക്, ഇതേ ഉള്ളൂ. പുള്ളിയാണെങ്കിൽ രാജീവ് എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ ക്യാരക്ടർ, പുള്ളിയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു സോംബി ഫീൽ പോലായിരുന്നു. പുള്ളി ഒരാള് ആ സിറ്റിയിലുള്ള ആ സ്ഥലത്തുള്ള എല്ലാ ആൾക്കാരും പുള്ളിയുടെ പുറകെ ഒരു 10-30 അതിൽ കൂടുതൽ ഒരു 50 പേരോളം ഇങ്ങനെ പുറകെ നടക്കും. കുറെ പേര് ഓടുന്നു, ക്യാമറക്കാർ ഓടുന്നു, പോലീസുകാർ ഓടുന്നു, നാട്ടുകാർ ഓടുന്നു, വീട്ടുകാർ ഓടുന്നു. എന്താണ് ഇത്? ഓട്ടം. അതും ഇത്രയും പേരില് പുള്ളി എനിക്ക് ഒരു 10-30 പേരെ ഫൈറ്റും ചെയ്തു. ആക്ടിങ് വാസ് അടിപൊളി. എല്ലാവരും ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട എല്ലാവരും ഇതിൻ്റെ അകത്ത് നല്ല പോലെ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാമത് ദ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് വാസ് അടിപൊളി. അഗെയിൻ ദ ലെജൻഡ് ചേക്സ് ബിജോയ് മാനെ. പുള്ളി ഇതിൻ്റെ അകത്ത് കുറെ ഹിന്ദി പാട്ടുകളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. എഡിറ്റിംഗ് പാർട്ട് വാസ് കിഡിലോസ്ക്രം.